ഹലോ അസ്സലാമു അലൈക്കും. റിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കസ്റ്റാർഡ് സേമിയ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിന് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുന്ന സമയം 1/4 കപ്പ് സേമിയൻ അതിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഞാൻ സാധാ സേമിയാണ് എടുത്തേക്കണത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്ത് വന്നതല്ല, റോസ്റ്റ് ചെയ്ത് വന്നതുമല്ല. ഏത് സേമിയ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്ത സേമിയ എടുക്കാം. സേമിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ച പാലൊഴിക്കാം. ചൂടോടുകൂടി തന്നെ പാലൊഴിക്കാം. 1/4 കപ്പ് സേമിയത്തിലേക്ക് 1 ലിറ്റർ പാലാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്കിനി പാലൊഴിക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സേമിയ ഈ പാലിൽ കിടന്ന് നന്നായി വെന്ത് വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര, മിൽക്ക് മെയ്ഡ് ഒക്കെ ചേർക്കുക. അതിന് മുന്നായിട്ട് നമ്മൾ കസ്റ്റാർഡ് പാലിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. പാലിൽ കിടന്നിട്ട് നമ്മളെ സേമിയ നന്നായി വെന്ത് വരണം. ഇത് സേമിയ നന്നായിട്ട് വെന്ത് വരാനാകുമ്പോഴേക്കും നമ്മൾ കസ്റ്റാർഡ് കുറച്ച് പാലിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പാലിൽ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഈ സേമിയ മിക്സിയിലേക്ക് കൂട്ടാം. കസ്റ്റാർഡ് ചേർത്തതിന് ശേഷം ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട പിടിക്കാതെ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് സേമിയ മിക്സ് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട പിടിക്കരുത്. ഈ സേമിയ ഇതിൽ കിടന്ന് നന്നായിട്ട് വേവും വേണം. ഇതൊക്കെ വെന്ത് കട്ടിയായി വരുന്ന സമയം നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ ചേർക്കാം. അതുപോലെ മിൽക്ക് മെയ്ഡ് ചേർക്കാം, ഏലക്കാപ്പൊടി ചേർക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇത് കുറുകിക്കൊണ്ട് വരുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു കയ്യിൽ പഞ്ചസാര ചേർത്ത് ഇളക്കുകയാണ്. മധുരം ആവശ്യമുള്ളവർക്ക് എത്രയും കൂട്ടാൻ. ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കണോണ്ട് ഒരു കയ്യിൽ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര കൂട്ടാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അധികമായിട്ട് ചേർക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സേമിയ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
അങ്ങനെ നമ്മളെ കസ്റ്റാർഡ് സേമിയ പുഡിങ് നമ്മൾ ഫ്രീസറിൽ വെച്ച് അല്ല ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ ഞാൻ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് തന്നെയാണ് വെച്ചത്. വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം. ഞാൻ ആപ്പിള്, ബനാന, റുമാനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആപ്പിള്, റുമാന്, പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴമോ റോബസ്റ്റോ ഏതും എടുക്കാം കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നേന്ത്രപ്പഴം ആവും ഏറ്റവും ഒന്ന് ബെസ്റ്റ്. അങ്ങനെ നമ്മൾ സേമിയ കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഈ സേമിയ പുഡിങ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യാം. ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.